വർഷത്തിനിപ്പുറം തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമവായത്തിനായി മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യക്കെതിരെയും റഷ്യ ആക്രമണം നടത്തിയെന്ന വാദമുയർത്തി യുക്രൈൻ രംഗത്ത് വന്നിരുന്നു. യുക്രൈനിലെ ഇന്ത്യൻ വെയർഹൌസ് റഷ്യ ആക്രമിച്ചുവെന്നായിരുന്നു യുക്രൈൻ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഈ വാദം അപ്പാടെ തള്ളി റഷ്യ രംഗത്തെത്തി. യുക്രൈനിലെ ഒരു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർഹൌസ് മനഃപൂർവ്വം ലക്ഷ്യമിട്ടുവെന്ന യുക്രൈൻ ആരോപണങ്ങൾ ഇന്ത്യയിലെ റഷ്യൻ എംബസി തള്ളിക്കളഞ്ഞു. ഒരു തെറ്റായ യുക്രൈൻ വ്യോമ പ്രതിരോധ മിസൈലായിരിക്കാം വെയർഹൌസ് നാശത്തിന്റെ കാരണമെന്ന് സൂചന നൽകി. കഴിഞ്ഞ ശനിയാഴ്ച യുക്രൈൻ സൈനിക വ്യാവസായിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കുസും ഹെൽത്ത് കെയറിന്റെ ഉടമസ്ഥതയിലുള്ള വെയർഹൌസ് നശിപ്പിക്കപ്പെട്ടിരുന്നു. ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം റഷ്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് യുക്രൈൻ ശ്രമിച്ചത്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർഹൌസിൽ കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ അടങ്ങിയിട്ടുണ്ടെന്നും റഷ്യൻ സൈന്യം അത് മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതാണെന്നും യുക്രൈൻ അവകാശപ്പെടുകയായിരുന്നു. യുക്രൈനിലെ സിവിലിയന്മാർക്കെതിരായ റഷ്യയുടെ ഭീകര പ്രചാരണത്തിന്റെ ഭാഗമാണ് വെയർഹൌസ് നശിപ്പിച്ചതെന്ന് യുക്രൈനിലെ ബ്രിട്ടീഷ് അംബാസിഡർ മാർട്ടിൻ ഹാരിസ് വിശേഷിപ്പിച്ചതോടെ ഈ സംഭവത്തിന് പ്രചാരമേറുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം സംബന്ധിച്ച് റഷ്യയോ ഇന്ത്യയോ പ്രതികരിച്ചിട്ടില്ല. 2025 ഏപ്രിൽ 12 യുക്രൈന്റെ കിഴക്കൻ ഭാഗത്തുള്ള കുസും ഹെൽത്ത് കെയറിന്റെ ഫാർമസി വെയർഹൌസിൽ റഷ്യൻ സായുധ സേന ആക്രമണം നടത്തുകയോ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയോ ചെയ്തിട്ടില്ല എന്ന് റഷ്യ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ റഷ്യയുടെ ആളില്ലാ ഡ്രോണുകളും മിസൈൽ സേനകളും യുക്രൈനിലെ സൈനിക വ്യാവസായിക സമുച്ചയത്തിന്റെ വ്യോമയാന പ്ലാന്റ്, ഒരു സൈനിക വ്യോമതാവളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, കവചിത വാഹന അറ്റകുറ്റപ്പണികൾ, UAV അസംബ്ലി വർക്ക്ഷോപ്പുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന തന്ത്രപരമായ സ്ഥലത്താണ് ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അതേസമയം യുക്രൈനിയൻ വിമാനവേദ മിസൈൽ ഇൻസ്റ്റലേഷനിൽ പതിച്ചതിനെ തുടർന്ന് വെയർഹൌസ് മിക്കവാറും നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്ന് എംബസി അഭിപ്രായപ്പെട്ടു. റഷ്യൻ സൈന്യം നിയമാനുസൃതമായ ലക്ഷ്യങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ, ഒരിക്കലും സിവിലിയൻ സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് ക്രെംലിൻ വക്താവ് ചൂണ്ടിക്കാട്ടി. യുക്രൈൻ സൈന്യം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, പീരങ്കികൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങളിൽ ഒളിപ്പിച്ച് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണെന്ന് റഷ്യ ചൂണ്ടിക്കാട്ടി. അതേസമയം സംഘർഷഭൂമിയിൽ വെടിനിർത്തലിനായി ട്രംപിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. പലപ്പോഴായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും ട്രംപ് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ സമാധാന കരാർ സാധ്യമാകുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ മധ്യസ്ഥത അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യൂറോപ്യൻ യുക്രൈനിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പാരീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴും സമാധാന കരാറിൽ താൽപര്യമുണ്ടെന്നും എന്നാൽ ലോകത്ത് ഇതുമാത്രമല്ല മറ്റ് അനവധി വിഷയങ്ങളും അദ്ദേഹത്തിന്റെ മുൻഗണനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.